നമസ്കാരം. വിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കാവിലുംപാറ പഞ്ചായത്തിലെ ചൂരണി, കരിങ്ങാട് ഭാഗങ്ങളിലെ ജനങ്ങൾക്ക് അപകട ഭീഷണി ഉയർത്തുന്ന കുട്ടിയാനയെ പിടിക്കാനുള്ള ശ്രമം തുടരുമെന്ന് ഇ.കെ. വിജയൻ എം.എൽ.എ. പറഞ്ഞു. കരിങ്ങാട് പൂതമ്പാറ മേഖലയിലായി ഒരു ആനാക്കുട്ടി വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ അതിൻ്റെ ഭാഗമായി ഭീതിയിലാണ്. പൊതുവെ നമ്മുടെ മണ്ഡലത്തിൻ്റെയും മലയോര വനമേഖലയിലാകെ ഒരു ആറാനയുടെ ഒരു ഗ്രൂപ്പ് വേറെ ഉണ്ട്. അത് മാറി മാറി അതിന് മണ്ഡലമൊന്നും പ്രശ്നമല്ല, അതിന് അതിരുകളില്ല. വനത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന മേഖലയിലെല്ലാം തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് ഒരു കുട്ടി, അത് നാട്ടുകാരിൽ നിന്ന് കിട്ടിയ വിവരത്തിനനുസരിച്ച് അതിൻ്റെ അമ്മ മരണപ്പെട്ടു പോയതിൻ്റെ ഒരു ദുഃഖത്തിലാണ് അതിൻ്റെ ഈ പരാക്രമം. എന്നാലും അത് നാട്ടുകാരെ സംബന്ധിച്ച് പേടിയുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിനെ പിടിച്ച് ഇവിടെ നിന്ന് മാറ്റണം എന്ന ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിച്ചത്. അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും വനംവകുപ്പ് മേധാവികളുടെയും DFOയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി അതിനുശേഷം അതിനവർ തയ്യാറായാണ് വന്നത്. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ വളരെ വേഗം അതിനെ പിടിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഇന്നത്തെ വസ്തുത. അപ്പോൾ ആ യാഥാർത്ഥ്യം നിലനിൽക്കുന്നു എങ്കിൽ പോലും താമരശ്ശേരിയിൽ നിന്നും പെരുവണ്ണാമൊഴിയിൽ നിന്നും നമ്മുടെ ഇവിടെ നിന്നുമൊക്കെയുള്ള RRT ടീമും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഇവിടെയുള്ള ജാഗ്രതാ സമിതിയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ DFO ഉൾപ്പെടെയുള്ള ആളുകളും എല്ലാം ഇവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ വേണ്ട സമയത്ത് സാഹചര്യം അനുകൂലമാക്കിക്കൊണ്ട്, കാരണം ഏറ്റവും മലയുടെ മുകളിൽ ആന നിൽക്കുമ്പോൾ അതിന് മയക്കുവെടി വെക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യം കൈവരാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ പിടിക്കാൻ കഴിയാത്തത്. വളരെ വേഗം അതിനെ പിടിക്കാൻ ഉള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരുടെ പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അവർക്ക് പിടിക്കാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യമാണ് വനംവകുപ്പ് മേധാവികൾക്ക് ഉദ്യോഗസ്ഥർക്ക് ഉള്ളത്. മന്ത്രിയും ഇന്നലെ രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞത് അവരതിനെ എങ്ങനെയായാലും കണ്ടെത്തും എന്ന നിലയ്ക്കാണ്, അല്ലെങ്കിൽ ഈ വനം വിട്ടു പോകേണ്ടി വരും. അപ്പോൾ അതേതായാലും പോയില്ല എന്നാണ് ഇവിടുത്തെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് പിടിക്കാൻ കഴിയും എന്ന സാഹചര്യമാണുള്ളത്. പക്ഷെ നമ്മൾ സാധാരണ ഒരു നിരന്ന പ്രദേശങ്ങളിൽ റോഡിലൂടെ അല്ലെങ്കിൽ ഒരു മൈതാനിയിലൂടെയുള്ള ഒരു ഇത് വനമാണ്. അപ്പം വനത്തിൻ്റെ അത് ഏതെല്ലാം മേഖലയിലേക്ക് തിരിഞ്ഞു പോകുന്നു എന്ന പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഡ്രോൺ പരിശോധനയാണ്. ഡ്രോൺ വളരെ നിബിഡമായ വനമാണ് ഉള്ളിലുള്ളത്. അപ്പോൾ അതിലേക്ക് അത് കൃത്യമായി കിട്ടാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഏതായാലും അതിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. വലിയ ടീം, ഞാൻ പറഞ്ഞ പോലെ 10-50 പേരുള്ള ഒരു വലിയ ടീമാണ് ഇന്ന് ഈ പരിശോധന നടത്തുന്നത്. കേരളത്തിൽ തന്നെ ഇത്രയും അധികം ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നത് ഇതാദ്യമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം മറ്റെല്ലാം തന്നെ കുറച്ച് പേര് വന്നു കഴിഞ്ഞാൽ ആനയെ വളരെ വേഗം പിടിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആനക്കുട്ടി അതിൻ്റെ പുറമ്പ് കൂടി കാണിക്കുന്നതിന് അടിസ്ഥാനത്തിൽ അത് ഒരു നിശ്ചിത സ്ഥലത്ത് നിൽക്കുന്നില്ല, മാറി കളിക്കുകയാണ്. ഏതായാലും അത് പിടിക്കാനുള്ള നല്ല ജാഗ്രതയേറിയ സമീപനം വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാം അവർ ചെയ്യുമെന്ന് ഉള്ള ഉറപ്പാണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. ദിവസങ്ങളായി വനംവകുപ്പ് അധികാരികളും RRT സംഘവും ആനയെ പിന്തുടരുകയാണ്. മഴ ദൗത്യസംഘത്തെ പ്രയാസപ്പെടുത്തുകയാണ്. DFO, വെറ്റിനറി ഡോക്ടർ, വൈൽഡ് വാർഡർ, RRT സംഘവും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഭവത്തിന്റെ ഗൗരവം മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ആനയെ കണ്ടെത്തി സുരക്ഷിത കേന്ദ്രങ്ങളിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ചൂരണി ഭാഗത്ത് സന്ദർശനം നടത്തിയതിനു ശേഷം MLA അറിയിച്ചു. കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അന്നമ്മ ജോർജ്, ബോബി മൂക്കൻതോട്ടം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽകുമാർ പരപ്പുമ്മൽ, PK പുരുഷോത്തമൻ, CPM ബ്രാഞ്ച് സെക്രട്ടറി AR വിജയൻ, MB ചന്ദ്രൻ എന്നിവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു.